ഹലോ, നമസ്കാരം. ഫൊർഗോട്ടൺ ലവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയാണ്. 2023 ഇറങ്ങിയൊരു പോളിഷ് സിനിമയാണ്. ശരിക്കും അതിൻ്റെ അർത്ഥം അതെല്ലാം തോന്നുന്ന സിനിമയാണ്. സിനിമേൻ്റെ പോളിഷ് പേര് ZNACHOR എന്നാണ്. നാക്കോർ എന്നാണ് എന്താണെന്ന് പറഞ്ഞാൽ ZNACHOR. അതിൻ്റെ അർത്ഥം ദി ക്വാക്ക് എന്നാണ് അത്ര. അതായത് പറ്റിക്കുന്ന, അതായത് ക്വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ മെഡിസിനൊക്കെ ഡിഗ്രി ഇല്ലാണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് ക്വാക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ക്വാക്കറി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതാണ് ആ സിനിമയുടെ യഥാർത്ഥ ടൈറ്റിൽ. ഫൊർഗോട്ടൺ ലവ് എന്നുള്ള പറയാൻ കാരണം ആ സിനിമ കാണുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ഒരു തീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം ആയതുകൊണ്ടായിരിക്കാം മതി. ഒരു പാസ്റ്റിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു ഡോക്ടർ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ്. പോളണ്ടിൽ ഭയങ്കര ബ്രെയിൻ സർജറി ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഡോക്ടറാണ്. അങ്ങനെ ആ ഡോക്ടർക്ക് ഒരു മോളുണ്ട്, ഭാര്യയുണ്ട്. ഭാര്യ മോളെയും കൂട്ടി അയാളെ വിട്ട് പോവുകയാണ്. വളരെ ഫേമസ് ഡോക്ടറാണ്. അങ്ങനെ ആ ഡോക്ടർക്ക് എന്തോ ഒരു അടിയൊക്കെ കിട്ടിയിട്ട് ഒരു ഫ്യൂ ആൾക്കാർ അയാളെ മഗ് ചെയ്തിട്ട് ആ സമയത്ത് അടിയൊക്കെ കിട്ടിയിട്ട് ഇയാളെവിടെ വീണിട്ട് ഇയാൾ മരിച്ചു എന്നുള്ള എല്ലാവരും കണക്കാക്കി. പക്ഷെ ഇയാൾ മരിച്ചിട്ടില്ല. ഇയാൾ ഓർമ്മയൊന്നും ഇല്ലാണ്ട് ഇയാൾ ഏതൊക്കെയോ വില്ലേജിൽ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയാണ്. അതൊക്കെ ഓർമ്മയില്ല, ഇയാൾ ഡോക്ടറാണെന്ന് ഓർമ്മയില്ല, കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അങ്ങനെ ഇയാൾ അവിടെ അപ്പോൾ ഇയാളുടെ ഈ സഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ട് ഇയാൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് സൂക്കടുള്ളതും ചില ആൾക്കാരുടെ കൈയൊടിഞ്ഞും ഒക്കെ കാണുമ്പോൾ ഇയാളതൊക്കെ അത് തൊട്ടിങ്ങനെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ആ സമയത്ത് തന്നെ പോളണ്ടിലൊക്കെ ക്വാക്കറിക്കെതിരെ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. അതായത് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ പഠിച്ച ഡോക്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ആൾക്കാരെ ചികിത്സിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളൊരു നിയമം വന്നിട്ടൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഇയാൾ ഒരു വില്ലേജിൽ ഭയങ്കര പ്രശസ്തമാവുന്നു. ഇയാളുടെ കൈ കൊണ്ട് കുറേ ആൾക്കാർക്ക് ജീവൻ രക്ഷപ്പെടുന്നു. പല ഡോക്ടർമാരും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് എന്താ പറഞ്ഞാൽ ഓർമ്മയില്ല, ഇയാൾ ആരാന്ന് ഓർമ്മയില്ലെന്നുണ്ടെങ്കിലും ഇയാൾക്ക് ആ ചെയ്യുന്ന കാര്യം, എന്തുകൊണ്ട് ഇയാൾക്കത് ചെയ്യാൻ പറ്റുന്നു, എന്തുകൊണ്ട് ശരിയായ കാര്യം ചെയ്യാൻ പറ്റുന്നു എന്നൊന്നും ഇയാൾക്ക് അറിയുകയും ചെയ്യില്ല. അങ്ങനെ ഇയാൾ പരിചയപ്പെടുന്ന കുറേ ആൾക്കാർ, അങ്ങനെ ഇയാൾ ഡസി റീഗെയിൻ ഹിസ് മെമ്മറി, അയാളുടെ ജീവിതം പഴയമാതിരി ആവുമോ, എന്താണ് ഏതാണ്, പിന്നെ ഒരു കോർട്ട് കേസ് കൂടിയൊക്കെ സാധനം പോയി ഇറ്റ് മൂവ്സ് ഓൺ. സിമ്പിൾ മൂവി, എക്സ്പെക്റ്റഡ് ആണ്. അതിൻ്റെ ഒരു മൂവി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഒരു എൻഡിങ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി ധാരണയുണ്ട്. അപ്പോൾ വലിയ സർപ്രൈസസ് ഒന്നും ഇത് തരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് I felt that it's a decent movie that I felt so. ആക്ടിങ് നന്നായിട്ടുണ്ട്. അതിൽ അഭിനയിക്കുന്ന ആൾക്കാരുടെ, പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള എനിക്ക് തോന്നുന്നത് മോർ ദാൻ ദ സ്റ്റോറി ലൈൻ, എനിക്ക് തോന്നുന്ന ആൾക്കാരുടെ അഭിനയമാണ് എനിക്കതിൽ കൂടുതൽ ഇതായിട്ട് തോന്നിയത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത വീഡിയോ വേറെന്തെങ്കിലും ഒരു സിനിമയോ സീരീസൊക്കെ ആയിട്ട് ഇനിയും വരാം. നമുക്ക് അങ്ങനെയാക്കാം.